ഇഞ്ചിപ്പച്ചടീസ് വിനോദം. ഹായ്, ഹലോ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഒരു 3-4 ദിവസം മുമ്പേ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കട്ട് ചെയ്യേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ലൊരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. ബാക്കി ഡെക്കറേഷനൊക്കെ നമുക്ക് അറിയുന്ന പോലെയൊക്കെ ചെയ്യാം. പക്ഷേ ആദ്യം നമുക്ക് നല്ലൊരു സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കണ്ടേ? എന്നാലല്ലേ നമുക്ക് ആദ്യം കേക്കിൻ്റെ മെയിൻ അതല്ലേ. അപ്പോൾ നല്ലൊരു സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുന്നത് കേക്ക് ടിന്നാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പറും ബട്ടറൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണിത്. ഇനി നമുക്ക് കേക്കിന് വേണ്ടുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ നമ്മൾ 200 ml കപ്പിൽ 1/2 കപ്പ് മൈദ. ഞാൻ കൃത്യമായിട്ട് പറയാം, കാരണം നമ്മൾ അളവ് തെറ്റിയാൽ കേക്ക് ചിലപ്പോൾ ഫ്ലോപ്പായി പോവും. എനിക്കങ്ങനെ സംഭവിക്കാറുണ്ട്. അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കേക്ക് അത്ര നന്നായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ 200 ml കപ്പിൽ 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതേ കപ്പ് തന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. 200 ml കപ്പിൽ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ. പിന്നെ 200 ml കപ്പ് തന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലവർ. പിന്നെ അതിൻ്റെ കൂടെ ഒരു നുള്ള് നമ്മളൊരു കയ്യിലൊരു നുള്ള് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യമെങ്കിലും ഞാനിത് ഇവിടെ അരിച്ചെടുക്കുന്നുണ്ട്. ഈ അരിച്ചെടുത്ത പൊടികൾ നമുക്കിനി മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് പാത്രം എടുത്തിട്ടുണ്ട്. നമ്മളെ പാത്രം ഡ്രൈ ആയിരിക്കണം. അതുപോലെ തന്നെ മുട്ട ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വിസ്കും ഡ്രൈ ആയിരിക്കണം. വെള്ളത്തിൻ്റെ ഇതൊന്നും പാടില്ല. അപ്പോൾ ഞാൻ 4 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള മുട്ട തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ബീറ്റ് ചെയ്യണം. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ടാണ് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കേക്കിന് വേണ്ടുന്ന ഷുഗറും നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഷുഗർ എടുത്തിരിക്കുന്നത് 200 ml കപ്പിൽ ഒരു 3/4 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം വെനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ട് മുട്ടയും തമ്മിലൊന്ന് ബീറ്റ് ചെയ്യും. അപ്പോൾ അതൊന്ന് അടിച്ച് ഇതാവുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ഷുഗർ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട നമുക്ക് നന്നായി പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി മുട്ട ഫ്ലഫി ആകുന്നവരെ ബീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നല്ല വൈറ്റ് കളറായി വരുന്നത് കണ്ടോ? അതുപോലെ കളറ് മാറി നല്ല ഫ്ലഫി ആകുന്നത് വരെ വേണം നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചറും നല്ലപോലെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാണ്ട് ഉള്ള കേക്ക് നമുക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മുട്ട നന്നായി ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച് മാറ്റിയിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് സാവധാനം കുറച്ചായിട്ട് ഇട്ടിട്ട് സാവധാനം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നോക്കിയാൽ നമ്മുടെ മുട്ട നല്ല ക്രീമി പോലെ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടി കുറച്ചായിട്ട് സാവധാനം ഈ വീഡിയോ കാണുന്നത് പോലെ സാവധാനം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മുട്ട അടിച്ച് പൊന്തിയത് താണു പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ സാവധാനം വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. എന്നാലും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിടക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ സാവധാനം ആ പൊടി മുഴുവൻ നമ്മൾ അരിച്ചെടുത്ത പൊടി മുഴുവൻ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം മുഴുവൻ. അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് നമുക്കിതൊന്ന് ഈ ബാറ്ററിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതും സാവധാനം വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓവനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 180 ഒരു 5 മിനിറ്റ് അത് പ്രീ ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത വെനില കേക്കൊക്കെ ഉണ്ടല്ലോ, അതുപോലെ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് സമയം അധികം പിടിക്കും, ഒരു 45 മിനിറ്റോളം എടുക്കും നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട്. ഇതിപ്പം ഞാൻ ഓവനിൽ 180 30 മിനിറ്റാണ് കേക്ക് ബേക്ക് ചെയ്യാനെടുത്ത സമയം. അപ്പോൾ നമ്മളിത് ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, അതിൻ്റെ എയറൊക്കെ പോകാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ 30 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് റെഡിയായി. അതിന് ശേഷം തണിഞ്ഞതിന് ശേഷം ഞാനത് ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നമ്മൾ ആ ഫോട്ടോ കണ്ട പോലത്തെ കേക്ക് ആക്കാൻ 2 കേക്ക് വേണം. അപ്പോൾ ഞാൻ ഇതേ അളവിൽ വേറൊരു കേക്കും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെയ്തു, അത് ഒന്ന് ക്ലിംഗ് റാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത കേക്കും അപ്പോൾ നമുക്കിതിന് ലെയറായി കട്ട് ചെയ്തിട്ട് ഇതിൽ ക്രീം ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇത് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് പൊതുവെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്യുമ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പാത്രം വെച്ചിട്ടാണ്, അതും ഞാൻ സ്റ്റീൽ പാത്രത്തിലാണ് അധികം വിപ്പ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് കൂടുതൽ പെട്ടെന്ന് സ്റ്റിഫായി കിട്ടുന്ന പോലെയും അതുപോലെ തന്നെ പെട്ടെന്ന് അത് മെൽട്ടായി പോകാതെ പോലെയും തോന്നാറുണ്ട്. അപ്പോൾ ഞാനൊന്നും സ്റ്റീൽ പാത്രത്തിലും അതുപോലെ തന്നെ ഇതേപോലെ ഐസ് ക്യൂബ്സും വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റെഡിയായോ നോക്കാം. നമുക്ക് ഈ പാത്രം ഒന്ന് തിരിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് നമ്മുടെ വിപ്പിംഗ് ചെയ്ത ക്രീം ഒട്ടും അനങ്ങില്ല, അവിടെ തന്നെ സ്റ്റക്കായി കിടക്കും. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാം നമ്മുടെ മാക്സിമം നമ്മുടെ വിപ്പിംഗ് ക്രീം നമുക്ക് വേണ്ട വിധത്തിലായി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാൻ ഒരു ക്രീമും കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഒരു ലെയറിൽ ഈ പ്ലെയിൻ ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമും അടുത്തത് ഞാൻ ചോക്ലേറ്റ് വെച്ചിട്ടുള്ളതും കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതും ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. നേരത്തെ പോലെ തന്നെ ഒരു കപ്പ് എടുത്തിട്ട് ക്രീം വിപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൊക്കോ പൗഡറിൻ്റെ അളവൊക്കെ നിങ്ങൾ ഓരോ ടേസ്റ്റിനനുസരിച്ച്, കാരണം ഞാൻ കുറച്ച് ചേർത്ത് നോക്കും, എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കും. അപ്പോൾ കുറച്ചും കൂടി ചേർക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കും, അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ കൊക്കോ പൗഡറിന് കളർ ഇച്ചിരി കുറവാണ്. ഞാൻ നല്ല പൊതുവേ ചെയ്യുമ്പം കുറച്ചും കൂടി കളറിലാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് നമുക്ക് ടേസ്റ്റ് നന്നായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ കളറ് കുറവാണ്. അപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർത്തിട്ട് ഈ വിപ്പിംഗ് ക്രീമും റെഡിയാക്കിയെടുത്ത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിനി കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോളെ ക്ഷമയും അതുപോലെ തന്നെ ഓരോളെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കാം. എനിക്ക് ക്ഷമയും കുറവാണ്, ഐഡിയയും കുറവാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ അതിന് തന്നെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം ഇട്ട് കൊടുത്ത് പിന്നെ ഒരു കേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഷുഗർ സിറപ്പ് ഷുഗറും സാധാരണ നോർമൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ തിളപ്പിക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഇതിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ കേക്കിൻ്റെ ഇതിനനുസരിച്ച് നമ്മുടെ കേക്കിൻ്റെ ലെയറിനനുസരിച്ചാണ് ഇത് നമുക്ക് വേണ്ടുന്നത്. ഇത്ര ഷുഗർ സിറപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആക്കി വെച്ചതാണ്. അപ്പോൾ ആദ്യത്തെ ലെയർ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള നമ്മളെ വിപ്പിംഗ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ലെയർ ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് ഒന്ന് വെറ്റാക്കിയതിന് ശേഷം നമ്മൾ രണ്ടാമത് അടിച്ചെടുത്ത വിപ്പിംഗ് ക്രീമിലെ ചോക്ലേറ്റ് ചേർത്ത് അതാണ് ലെയർ. അങ്ങനെ ഓരോ ലെയറും മാറി മാറി ചെയ്ത്
ലാസ്റ്റ് വരുന്ന ഫുൾ കോട്ടിങ് കൊടുത്തിരിക്കുന്നത് ഈ വൈറ്റ് വിപ്പിംഗ് ക്രീമിലാണ്. അതൊക്കെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ അന്നേരം ഉള്ള ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുന്നതിൽ ഞാൻ വളരെ വളരെ പുറകോട്ടാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ. ഞാൻ അറിയുന്ന വിധത്തിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊന്ന് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ഒന്ന് തണുത്തതിന് ശേഷം വീണ്ടും അതിന് ഒരു ഇതും കൂടി കൊടുക്കും. അങ്ങനെയാണ് പൊതുവേ ചെയ്തെടുക്കാറുള്ളത്. എനിക്ക് ഈ ഇതിൻ്റെ റൗണ്ടൊന്നും അത്ര ശരിയായി കിട്ടാറില്ല പൊതുവേ. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നിയത് നമ്മൾ ചെയ്ത് കൊണ്ടേ ഇരുന്നാൽ മാത്രമേ ശരിയാവൂ എന്നുള്ളതാണ്. കാരണം കൊല്ലത്തിൽ ഇതേപോലെ ബർത്ത്ഡേ 1 or 2 ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുമ്പം കേക്ക് റെഡിയാക്കാൻ നിന്നാൽ ഞാനൊന്നും ഇങ്ങനെയാണ് ഉണ്ടാവാറ്. അതേസമയം നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് 2-3 കേക്ക് ആക്കുന്നുണ്ടെങ്കിൽ പിന്നെയും ഒരു പെർഫെക്ഷൻ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് തന്നെയാണ് മുഖ്യം. അപ്പോൾ എക്സ്പീരിയൻസ് കുറഞ്ഞത് കൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയൊക്കെ പറ്റുന്നുള്ളൂ. അതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അത്രയും ചെയ്ത് നമ്മളെ ഒരു കോട്ടിങ് കൂടി കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇനി ഞാൻ ഈ കേക്കിലേക്ക് ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കുക്കിംഗ് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് 1/2 ഗ്ലാസോളം വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നത്. കുക്കിംഗ് ചോക്ലേറ്റ് തന്നെ വേണമെന്നില്ല, നമ്മൾ ഡയറി മിൽക്കായാലും മതി. എനിക്ക് കൂടുതൽ ഇഷ്ടം ഡയറി മിൽക്കിൻ്റെ ടേസ്റ്റാണ്. അത് ഇതേപോലെ ഡ്രിപ്പ് ചെയ്ത് വെച്ചാൽ കേക്കിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് കുക്കിംഗ് ചോക്ലേറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്ത് ഇതന്നെ നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മൾ അടിയിലൊരു പാത്രം വെച്ചിട്ട് അതിൽ വെള്ളം തിളപ്പിക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ബൗളിലേക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും ഇട്ടിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കത് തണുത്ത് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചോക്ലേറ്റിനും കുറച്ചുകൂടി ഗ്ലേസിങ് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചൂടാറിയതിന് ശേഷം തണുത്ത കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ സൈഡിലേക്ക് ഇതേപോലെ ഡ്രിപ്പ് ചെയ്യണമെങ്കിൽ ഒന്നിക്കിൽ നമുക്ക് പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ മടി കാരണവും എൻ്റെ ക്ഷമ ഇല്ലാതെ കാരണം ഞാനൊരു സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ സൈഡിലൊന്ന് ഇതാക്കി എടുക്കുക ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കഴിവ് കൂടുതലുള്ളവരും ക്ഷമയുള്ളവരും അതിൻ്റെ ഭംഗിയിൽ ചെയ്തെടുക്കും എനിക്കറിയാം. ഞാനിത് ജസ്റ്റ് എൻ്റെ ക്ഷമ വളരെ കുറഞ്ഞതുകൊണ്ട് ഇങ്ങനെയാക്കി എടുത്തു. ഇനി ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് ഫോണ്ടൻറ്റ് വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ആക്കിയിട്ട് അതുകൂടി വെച്ച് കൊടുക്കാൻ വിചാരിച്ചു. ഇനി അതിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഒരു ഫോണ്ടൻറ്റിൽ കുറച്ച് യെല്ലോ കളർ ചേർത്തു, എന്നിട്ടൊന്ന് പരത്തി നമ്മളെ ഫ്ലവർ കട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക ചെയ്തത്.